ചിത്രം വിചിത്രത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷം 2002. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്നീ താരരാജാക്കന്മാർ മലയാള സിനിമാ ലോകം അടക്കി വാണിരുന്ന കാലം. ഈ 3 പേർക്ക് ശേഷം പൗരുഷം നിറഞ്ഞ കഥാപാത്രങ്ങൾ ചെയ്യുവാൻ മലയാള സിനിമയിൽ ഇനി ആരുണ്ട് എന്ന ചോദ്യം നിലനിൽക്കുകയാണ് എങ്ങും. പല പുതുമുഖ നായകന്മാർ വന്നെങ്കിലും ചില പ്രണയ ചിത്രങ്ങളിൽ നായകന്മാരായി മടങ്ങുകയായിരുന്നു പലരും. അങ്ങനെ ആ കാത്തിരിപ്പിന് 2002 എന്ന വർഷത്തിലാണ് വിരാമം കുറിക്കുന്നത്. അതെ, ആ വർഷമാണ് മലയാള സിനിമയുടെ പൗരുഷത്തിന്റെ പുതിയ മുഖവുമായി പൃഥ്വിരാജ് എന്ന നടൻ മലയാള സിനിമാ ലോകത്തേക്ക് കടന്നു വന്നത്. അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങളുമായുള്ള ചിത്രം വിചിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. നല്ല കണി. പല പുതുമുഖ നടന്മാർ രംഗപ്രവേശം ചെയ്തുവെങ്കിലും അവരിൽ ആരിലും ഒരു നായകന്റെ തലയെടുപ്പ് പ്രേക്ഷകർ കണ്ടിരുന്നില്ല. ആ സ്പേസിലേക്കാണ് പൃഥ്വിരാജ് എന്ന നടൻ രംഗപ്രവേശം ചെയ്യുന്നത്. ഉയരവും തലയെടുപ്പും ശബ്ദഗാംഭീര്യവും രൂപഭംഗിയുമുള്ള പൃഥ്വിരാജിനെ ഏറ്റെടുക്കുവാൻ പ്രേക്ഷകർക്കൊട്ടും താമസമുണ്ടായിരുന്നില്ല. ആക്ഷൻ ചിത്രങ്ങളിലും റൊമാൻറ്റിക് ചിത്രങ്ങളിലും ഒരുപോലെ തിളങ്ങുവാൻ സാധിക്കുന്ന രൂപമായിരുന്നു പൃഥ്വിരാജിലൂടെ മലയാള സിനിമയ്ക്ക് ലഭിച്ചത്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്നീ യുഗത്തിനു ശേഷം മലയാള സിനിമയുടെ സൂപ്പർ താരമാകുവാൻ ഏറ്റവും യോഗ്യൻ പൃഥ്വിരാജ് എന്ന കാര്യത്തിൽ മലയാളികൾക്കാർക്കും തന്നെ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ. നിനക്ക് എന്താ അസുഖം? അസുഖമല്ല, ആത്മഹത്യാശ്രമം. തികഞ്ഞ സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നുമാണ് പൃഥ്വിരാജിന്റെ വരവ്. ഒരു കാലത്ത് മലയാള സിനിമയുടെ സൂപ്പർ താരമായിരുന്ന സുകുമാരന്റെയും നടി മല്ലികയുടെയും രണ്ടാമത്തെ മകനാണ് പൃഥ്വിരാജ്. ജ്യേഷ്ഠൻ ഇന്ദ്രജിത്തും മലയാള സിനിമയിൽ ശ്രദ്ധേയനായ ഒരു നടനാണ്. സുകുമാരന്റെ മകൻ ആയതുകൊണ്ട് തന്നെ മലയാള സിനിമയിലേക്ക് കടന്നു വരുവാൻ പൃഥ്വിരാജിന് വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആദ്യ സിനിമയിലൂടെ തന്നെ ശ്രദ്ധ നേടുവാനും ഇത് വളരെയധികം സഹായിച്ചു. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ സിനിമയുടെ വിജയങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കുവാനും നിലനിൽപ്പിനും സാധിച്ചത് പൃഥ്വിരാജിന്റെ കഠിന അധ്വാനവും കഴിവും തന്നെയാണ്. Excuse me, sir. Yeah. Good morning. Good morning. Yes. Hi, doctor. I'm Supriya. Oh, welcome, Supriya. Hi. This is Ravi Taravan, your colleague. ഹായ്. മലയാള സിനിമയിൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ നായകനായി സിനിമയിലെത്തുന്ന ചുരുക്കം ചില നടന്മാരിൽ ഒരാളാണ് പൃഥ്വിരാജ്. 19ാമത്തെ വയസ്സിലാണ് അദ്ദേഹം തന്റെ ആദ്യ ചിത്രത്തിൽ അഭിനയിച്ചത്. 20ാമത്തെ വയസ്സിലാണ് പൃഥ്വിരാജ് വെള്ളിത്തിരയിലൂടെ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിയത്. എന്നാൽ അന്ന് തന്നെ പ്രായത്തിൽ കവിഞ്ഞ പക്വതയും ഗാംഭീര്യവുമായിരുന്നു പൃഥ്വിരാജിന്റെ രൂപത്തിലും സംസാരത്തിലും അഭിനയ ശൈലിയിലും കണ്ടുവന്നത്. അവളുടെ സ്ഥാനത്ത് വല്ല ആമ്പിള്ളാരും ആയിരുന്നെങ്കിൽ എപ്പ വാരിയിൽ ഒടിഞ്ഞെന്ന് ചോദിച്ചാൽ മതി. തന്റെ കരിയറിന്റെ തുടക്കം മുതൽ മലയാള സിനിമയിലെ മികച്ച സംവിധായകരുടെ ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ അഭിനയിക്കുവാൻ സാധിച്ചു എന്നതാണ് പൃഥ്വിരാജിന് ലഭിച്ച ഭാഗ്യങ്ങളിൽ ഒന്ന്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനമായിരുന്നു പൃഥ്വിരാജിന്റെ ആദ്യ ചിത്രം. 2002 പുറത്തിറങ്ങിയ ഈ സിനിമ ആ വർഷത്തെ വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു. ഇപ്പോഴും മികച്ച കൊമേഴ്സ്യൽ ചിത്രങ്ങളിൽ പ്രേക്ഷകർ വിലയിരുത്തുന്ന ഒരു സിനിമ കൂടിയാണ് നന്ദനം. തലമറന്ന് എണ്ണതേക്കല്ലേ മോനെ, പനി വരും പനി. വീടളിയാ വീട്, പുതിയ സത്ത, അത് ഓസിനൊപ്പിച്ചത് വിട്, കേടാവും. പൃഥ്വിരാജ് ആദ്യം അഭിനയിച്ച ചിത്രം നന്ദനമാണ് എങ്കിലും പൃഥ്വിരാജിൻ്റെതായി ആദ്യം റിലീസ് ചെയ്ത സിനിമകൾ നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ, അവനുണ്ടൊരു രാജകുമാരി, സ്റ്റോപ്പ് വയലൻസ് എന്നീ സിനിമകളായിരുന്നു. ചില സാങ്കേതിക കാരണങ്ങളാൽ നന്ദനം എന്ന സിനിമയുടെ റിലീസ് ലേറ്റ് ആയതിനെ തുടർന്ന് അദ്ദേഹം രണ്ടാമതും മൂന്നാമതും അഭിനയിച്ച ചിത്രങ്ങൾ റിലീസ് ആവുകയായിരുന്നു. ഇതിൽ AK സാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സ്റ്റോപ്പ് വയലൻസ് എന്നീ ചിത്രം ഏറെ പ്രേക്ഷക പ്രശംസ ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു. പ്ലാനിങ് വേണം. അതിനാദ്യം കിട്ടുന്നത് ധർമാശുപത്രിയുടെ ബ്ലൂ പ്രിന്റാ. അത് കിട്ടിയാലേ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും നോബിളേട്ടൻ പറഞ്ഞ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. സിനിമയിലെത്തിയ കാലം മുതലേ തന്നെ പൃഥ്വിരാജിനെ തേടി നിരവധി അവസരങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. മലയാളത്തിന് പുറമെ അന്യഭാഷകളിലും അഭിനയിച്ചിട്ടുള്ള പൃഥ്വിരാജ് ഇതിനോടകം 100-ലധികം ചിത്രങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇന്ന് പോകുന്നില്ലേ? ഇന്ന് ഞായറാഴ്ച അല്ലേ? ഞായറാഴ്ചയൊക്കെ നിങ്ങൾ കേറ്ററിംഗിന് പോണതല്ലേ? മറ്റുള്ളവർക്ക്
പൊതുവെ പരിഭവം തോന്നാത്ത രീതിയിലുള്ള മറുപടികളും പ്രതികരണങ്ങളുമാണ് സിനിമാ താരങ്ങളിൽ ഭൂരിഭാഗം പേരും പൊതുവേദികളിലും ഇന്റർവ്യൂകളിലും നൽകി നമ്മൾ കണ്ടിട്ടുള്ളത്. അവരുടെ കരിയറിന്റെ സുഗമമായ മുൻപോട്ട് പോക്കിന് അത് അനിവാര്യവുമാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വിപരീതമായി തനിക്ക് പറയാനുള്ള കാര്യങ്ങളും തൻ്റെ അഭിപ്രായങ്ങളും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു താരമാണ് പൃഥ്വിരാജ്. ഫ്രണ്ട്സ് കം 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 കം. ഇതിലും ഭേദം ഗ്രാമീണ സേവനമായിരുന്നു. രണ്ടുപേരും പാസ്സായ കാര്യം അറിഞ്ഞു. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ലല്ലോ. ഓ സർ, ഇന്റേൺഷിപ്പും കഴിഞ്ഞു. സിനിമയിലേക്ക് കടന്നു വരുന്ന ഏതൊരു പുതിയ അഭിനേതാവിനെ സംബന്ധിച്ചും കരിയറിന്റെ തുടക്കത്തിൽ അവസരങ്ങൾ കണ്ടെത്തുന്നതിന് വളരെയധികം സ്ട്രഗിൾ ചെയ്യേണ്ടി വരാറുണ്ട്. തൻ്റെ ആദ്യ ചിത്രം തന്നെ വൻ വിജയമായി മാറിയ ചില താരങ്ങൾ മാത്രമാണ് അക്കാര്യത്തിൽ വ്യത്യസ്തരാകുന്നത്. എന്നാൽ തൻ്റെ ഫസ്റ്റ് സിനിമ റിലീസാവുന്നതിന് മുൻപ് തന്നെ നിരവധി അവസരങ്ങൾ തേടിയെത്തിയ ഭാഗ്യ നടനാണ് പൃഥ്വിരാജ്. അഭിനയിച്ച 2 ചിത്രങ്ങൾ പുറത്തിറങ്ങിയതിനു ശേഷമാണ് തൻ്റെ ആദ്യ ചിത്രം റിലീസ് ചെയ്തത്. ഇതെന്ത് കഷ്ടമാണ്. ഈ കപ്പൽ ജെട്ടിയിൽ എടുക്കൂലേ? ആഴം കുറവായതുകൊണ്ട് ഷിപ്പ് എടുക്കൂല സാർ. പറഞ്ഞ കാശ് തന്നിട്ട് നടുക്കടലിൽ ഇറക്കി പിടിക്കും. ഇവിടെ ഇവിടെ എന്താ ആഴമുണ്ട്? 750 മീറ്റർ. എത്ര? അതായത് 3/4 കിലോമീറ്റർ. പൃഥ്വിരാജിന്റെ ആദ്യ ചിത്രമായ നന്ദനം ചില സാങ്കേതിക കാരണങ്ങളാൽ പുറത്തിറങ്ങുന്നതിന് താമസമുണ്ടായെങ്കിലും അദ്ദേഹത്തെ തേടി നിരവധി അവസരങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ 2ാമതും 3ാമതും അഭിനയിച്ച ചിത്രം പുറത്തിറങ്ങിയതിനു ശേഷമാണ് പൃഥ്വിരാജ് ആദ്യം അഭിനയിച്ച നന്ദനം എന്ന ചിത്രം റിലീസാവുന്നതും ആ ചിത്രം വൻ വിജയമായി തീരുന്നതും. ഒരു നടൻ എന്ന നിലയിൽ പൃഥ്വിരാജിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം തന്നെയായിരുന്നു ആ സാഹചര്യം. മലയാള സിനിമാ പ്രേക്ഷകർ പൃഥ്വിരാജ് എന്ന നടനിൽ അർപ്പിച്ചിരുന്ന വിശ്വാസവും പ്രതീക്ഷയുമാണ് തൻ്റെ ആദ്യ സിനിമ റിലീസ് ആവുന്നതിന് മുൻപ് തന്നെ പൃഥ്വിരാജിനെ തേടിയെത്തിയിരുന്ന മറ്റ് അവസരങ്ങൾ. നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമല്ലേ? ആയിക്കോട്ടെ. പക്ഷെ അതിനു മുമ്പ് ഈ പറയുന്ന സാധനം നിങ്ങളെല്ലാവരും ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് പരിശോധിക്കണം. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളിലെ സിനിമകളിലും പൃഥ്വിരാജ് ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച് വിജയങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ഉടനീളം അറിയപ്പെടുന്ന ഒരു താരമായി വളർന്നിരിക്കുകയാണ് പൃഥ്വിരാജ്. അദ്ദേഹത്തിന്റെ ഈ വളർച്ചയിൽ പൃഥ്വിരാജ് എന്ന പേരിനും ഒരു വളരെ വലിയ പങ്കുണ്ട്. 100% മലയാള ശൈലിയിലുള്ളൊരു പേരല്ല പൃഥ്വിരാജ് എന്നത്. എന്നാൽ ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഈ പേര് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഏത് ഭാഷയിലുള്ള പ്രേക്ഷകരുടെ മുൻപിലും സ്വീകാര്യത ലഭിക്കുന്ന ഒരു പേരാണ് പൃഥ്വിരാജ്. കൈയടിക്കുന്നില്ലേ? പടക്കം പൊട്ടിക്കുന്നില്ലേ? ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ പോസ്റ്റ് ചെയ്യുന്നില്ലേ? മോഹൻലാൽ എന്ന മഹാപ്രതിഭയെ നമുക്ക് സമ്മാനിച്ചത് പ്രശസ്ത സംവിധായകനായ ഫാസിലാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേ ഫാസിൽ തന്നെയാണ് പൃഥ്വിരാജിനെയും കണ്ടെത്തിയത് എന്നുള്ളത് മറ്റൊരു കൗതുകം. ഫാസിലിന്റെ പുതിയ സിനിമയിലേക്ക് ഒരു പുതുമുഖ നായകനെയും നായികയെയും അന്വേഷിക്കുന്ന കാലം. ആ സമയത്താണ് നടൻ സുകുമാരന്റെ വിദേശത്ത് പഠിക്കുവാൻ പോയ മകൻ മടങ്ങിയെത്തിയിട്ടുണ്ട് എന്നറിഞ്ഞ് സംവിധായകൻ ഫാസിൽ മല്ലിക സുകുമാരനെ വിളിച്ചത്. ഒടുവിൽ തന്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പൃഥ്വിരാജ് ഫാസിലിനെ കാണുവാനായി പോയത്. എന്നാത്തിനായി കരയുന്നേ? തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി തന്റെ മുൻപിലേക്ക് നടന്നു വന്ന പൃഥ്വിരാജ് എന്ന ചെറുപ്പക്കാരനെ ആദ്യ കാഴ്ചയിൽ തന്നെ ബോധിച്ചുവെന്ന് പിൽക്കാലത്ത് ഫാസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പൃഥ്വിരാജിന്റെ ഓഡീഷനും സ്ക്രീൻ ടെസ്റ്റും ഒക്കെ നടത്തിയെങ്കിലും ചില കാരണങ്ങളാൽ ആ സിനിമ നടന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സംവിധായകൻ രഞ്ജിത്ത് തന്റെ പുതിയ സിനിമയിലേക്ക് ഒരു നായകന് വേണമെന്ന ആവശ്യവുമായി ഫാസിലിനെ സമീപിക്കുന്നത്. അങ്ങനെ ഫാസിലാണ് പൃഥ്വിരാജിന്റെ കാര്യം രഞ്ജിത്തിനോട് പറയുന്നത്. ഫാസിൽ ഒരു നടനെ സജസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമെന്ന് വിശ്വസിച്ച് രഞ്ജിത്ത് പൃഥ്വിരാജിനെ കാണുകയായിരുന്നു. അങ്ങനെയാണ് നന്ദനം എന്ന സിനിമ ഉണ്ടാകുന്നത്. ഞാൻ ചായ കുടിക്കില്ല. കാപ്പി എടുക്കാം. കാപ്പിയില്ല. പിന്നെന്താ കുടിക്കുക? പാല്. സിനിമയുടെ എല്ലാ തലങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയും അറിവുമുള്ള ഒരു നടനാണ് പൃഥ്വിരാജ്. ആ അറിവും അദ്ദേഹത്തിന്റെ പരിശ്രമവും തന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന പൃഥ്വിരാജിലേക്ക് അദ്ദേഹം എത്തിയത്. My birth was my mistake. ഈ രാജ്യത്ത് ഈ വ്യവസ്ഥിതിയിൽ ജനിച്ചു പോയി എന്ന ഒറ്റ തെറ്റ് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ, Your Honor. Their birth was indeed their mistake.
സിനിമാ താരങ്ങളുടെ മക്കൾ സിനിമയിലേക്ക് എത്തുമ്പോൾ കേൾക്കേണ്ടി വരുന്ന നിരവധി വിമർശനങ്ങളിൽ ഏറ്റവും വലിയ വിമർശനമാണ് നെപ്പോ കിഡ് എന്നുള്ളത്. കഴിവുള്ള നിരവധി ആളുകൾ പുറത്തുള്ളപ്പോൾ സിനിമാക്കാരുടെ മക്കളായതുകൊണ്ട് മാത്രം ഇവർ സിനിമയിലേക്ക് എത്തുന്നു എന്നതാണ് വിമർശകരുടെ വാദം. പൂർണ്ണമായും ഒരു സിനിമാ കുടുംബത്തിൽ നിന്ന് എത്തിയ ആളായിട്ട് കൂടിയും പൃഥ്വിരാജിന് ഇത്തരം വിമർശനങ്ങളൊന്നും അധികം കേൾക്കേണ്ടി വന്നിട്ടില്ല. തന്റെ തുടക്കകാലം മുതലേ തന്നെ ഈ മേഖലയിൽ കഴിവ് തെളിയിച്ച അതുല്യ കലാകാരനാണ് പൃഥ്വിരാജ് എന്നതാണ് അതിന് കാരണം. ഞങ്ങളുടെ മാനം കളയല്ലേ. ഡിയർ സിസ്റ്റേഴ്സ്, അങ്ങനെ വിളിക്കാൻ എനിക്ക് മനസ്സ് വരുന്നേയില്ല. അതുകൊണ്ട് ഡിയർ ഫ്രണ്ട്സ്, ഒരു നെപ്പോ കിഡ് ആയതുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജിന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമയിലേക്ക് പ്രവേശിക്കുവാൻ അവസരം ലഭിച്ചത് എന്നതിൽ യാതൊരു സംശയവുമില്ല. പൂർണ്ണമായും ഒരു സിനിമാ കുടുംബത്തിൽ നിന്നായതുകൊണ്ട് തന്നെ തനിക്ക് സിനിമയിൽ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല എന്ന് പൃഥ്വിരാജ് തന്നെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ സിനിമയിൽ നിലനിന്ന് പോകുന്നതിന് ഒരു നെപ്പോ കിഡ് എന്നുള്ള ഒരു ആനുകൂല്യവും പ്രതീക്ഷിക്കേണ്ട എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കാറുണ്ട്. സിനിമാ കുടുംബത്തിൽ നിന്നും വന്ന് ശോഭിക്കാതെ പോയ പല താരങ്ങളും പൃഥ്വിരാജിന്റെ ഈ വാക്കുകളെ ശരിവെക്കുകയും ചെയ്യുന്നു. നീയാണോ പെങ്കൊച്ചനെ ചതിച്ചത്? ചേട്ടായി, അത് തുറന്ന് പറയടാ. സൂസന്നയുടെ കല്യാണം കഴിഞ്ഞിട്ട് പറയാന്നും പറഞ്ഞ് ഇത്ര കാലം നീട്ടി. ഇനിയും തുറന്ന് പറഞ്ഞില്ലെങ്കിൽ സൂസന്നയുടെ കല്യാണം നടക്കൂല, നിന്റെ കല്യാണം നടക്കൂല. അന്ത്യാവളം വെള്ളം കുരിട്ട് ഒരു കൊച്ചിന്റെ പെല്ലി കുടം തല്ലി ഉടക്കല്ലേ. നീയാണോ കൊച്ചിന്റെ തന്ത? അതെ. ചെയ്യുന്ന ജോലിയോട് 100% ആത്മാർത്ഥതയും അർപ്പണബോധവുമുള്ള കലാകാരനാണ് പൃഥ്വിരാജ്. സിനിമാ പാരമ്പര്യമല്ല, മറിച്ച് കഠിന അധ്വാനവും കഴിവുമാണ് തന്റെ നേട്ടങ്ങളെന്ന് പൃഥ്വിരാജിന്റെ ഓരോ നേട്ടവും നമ്മളോട് വിളിച്ചു പറയുകയാണ്. കേവലം ഒരു നടനായി മാത്രം സിനിമാ ലോകത്തേക്ക് എത്തിയ പൃഥ്വിരാജ് ഇന്ന് സിനിമയുടെ സമസ്ത മേഖലകളിലും കഴിവ് തെളിയിച്ചിരിക്കുന്ന ഒരു വ്യക്തി കൂടിയായി മാറിയിരിക്കുകയാണ്. മലയാള സിനിമയിലേക്ക് പിച്ച വെച്ച് വന്ന ആ 19കാരൻ ഇന്ന് ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ അറിയപ്പെടുന്ന നടനും സംവിധായകനുമായി മാറിയിരിക്കുന്നു. 400 മരം വെട്ടിയ 8 ഷീറ്റ് കിട്ടിയാ പോരല്ലോ ചേട്ടാ. മരം മോശമായി ഞാൻ എന്നെ ചെയ്യാനാ? ഓ, എന്നാ മോശം മരമാണെങ്കിലും ഈ ഷീറ്റ് കിട്ടിയാ പോരാ. തന്റെ കരിയറിന്റെ തുടക്കകാലത്ത് പോലും സിനിമയിൽ നിന്നിരുന്ന കീഴ്വഴക്കങ്ങളെ കുറിച്ച് തന്റെ എതിരഭിപ്രായങ്ങൾ തുറന്നു പറയുവാൻ ധൈര്യം കാണിച്ച വ്യക്തിയാണ് പൃഥ്വിരാജ്. തന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കാവുന്ന കാര്യമായിരുന്നിട്ട് കൂടി അത് പറയുന്നതിൽ അദ്ദേഹത്തിന് യാതൊരു പേടിയും ഉണ്ടായിരുന്നില്ല. അക്കാരണത്താൽ തന്നെ സിനിമയിൽ നിന്നും പൃഥ്വിരാജിന് ഒരു കാലഘട്ടത്തിൽ വിലക്ക് നേരിടേണ്ടി വരെ വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് പൃഥ്വിരാജ് എന്നത് മലയാള സിനിമയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ്. കുടിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കുടിച്ച് മറ്റുള്ളവർക്ക് ജോലി ഉണ്ടാക്കാതിരുന്നാ മതി. എടോ, ജനങ്ങളെ കുടിപ്പിച്ച് രസിപ്പിക്കാനല്ലേ നമ്മുടെ സർക്കാർ ലക്ഷങ്ങൾ കിസ്ത് മേടിച്ച് ഇതൊക്കെ തുറന്നു വെച്ചിരിക്കുന്നത്. പക്ഷേ നല്ല മദ്യം കൊടുക്കണമെന്ന നിയമം ഇവിടുത്തെ പോലെ വിഷമല്ല. സിനിമയ്ക്ക് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ അഭിപ്രായങ്ങളുള്ള വ്യക്തിയാണ് പൃഥ്വിരാജ്. സോഷ്യൽ മീഡിയയിൽ സജീവമായ പൃഥ്വിരാജ് സാമൂഹിക കാര്യങ്ങളിലും തുറന്ന് സംസാരിക്കാറുണ്ട്. സാമൂഹിക നീതി, പരിസ്ഥിതി സംരക്ഷണം, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ തന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം വ്യക്തമാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രിയപ്പെട്ട വ്യക്തിത്വമായിട്ടാണ് പൃഥ്വിരാജ് മാറിയിരിക്കുന്നത്. ഭൂമിയോളജിസ്റ്റ് കുട്ടികളെയും സഞ്ചിയിലാക്കി എങ്ങോട്ടാ? ബ്യൂട്ടി പാർലറിലേക്കാ. ഇവരെ ഒന്ന് ഫേഷ്യൽ അയക്കണം. അങ്ങനെയാണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ടീച്ചറും കൂടി ഒന്ന് ചെയ്തേക്ക്. മുഖത്തിന് വല്ലാത്തൊരു വാട്ടം. ഏതൊരു നടനും വളരെയധികം അസൂയ തോന്നുന്ന നേട്ടങ്ങളാണ് തന്റെ ചെറിയ പ്രായത്തിൽ തന്നെ പൃഥ്വിരാജ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച പൃഥ്വിരാജിന് തമിഴ്നാട് സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക് തുടങ്ങിയ ഭാഷകളിലും ബോളിവുഡിലും വരെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. വിശ്വസുന്ദരിയായ ഐശ്വര്യ റായിയുടെ നായകനായും പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുണ്ട്. പിടിച്ചിരുന്നോണേ. എന്നതിനാ? അല്ല, ഇളക്കം തട്ടിയാ കുഴപ്പമാവല്ലോ എന്ന് കരുതിട്ടാ. ഓ, അത്രയ്ക്ക് പഴയ വണ്ടിയാണോ? വണ്ടിയുടെ കാര്യമല്ല പറഞ്ഞത്. ഓരോ സിനിമ കഴിയുമ്പോഴും സിനിമയെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്ന വ്യക്തിയാണ് പൃഥ്വിരാജ്. ഒരു സിനിമാ നടൻ എന്ന് പറയുന്നതിലുപരി ഒരു സിനിമാക്കാരൻ എന്ന് പറയുന്നതായിരിക്കും പൃഥ്വിരാജിന് കൃത്യമായി ചേരുന്ന വിശേഷണം. ഈ AC-യിലൊക്കെ ഇരുന്ന എനിക്ക് കുളിരോടോ. ഇവിടെ ഇരുന്ന് തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എടാ ബാല, നീ ആ പുറത്തേക്കുന്ന രാജുവിനെ വിളിച്ചേ.
ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി എന്ന പാട്ട് നമുക്ക് എല്ലാവർക്കും വളരെയധികം പരിചിതമായൊരു പാട്ടാണ്. ഈ പാട്ട് 2024 ഇറങ്ങിയ ആവേശം എന്ന ചിത്രത്തിലൂടെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ അതിനു മുൻപേ ഈ വാക്ക് നമുക്ക് പരിചയപ്പെടുത്തിയ ഒരാളുണ്ട്. മറ്റൊരാളുമല്ല, മലയാളത്തിന്റെ സ്വന്തം ഇല്ലുമിനാറ്റി പൃഥ്വിരാജ്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളുമായി ചിത്രം വിചിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. കുരിയാച്ചൻ പ്ലാൻറ അച്ചോ, വയനാട്ടി പാവം കുടിയേറ്റക്കാരോട് കാണിച്ച ചെറ്റത്തരമല്ലോ ഇവിടെ ഈ ഇടവകയിലിറക്കിയ. കത്തനാരാന്നൊന്നും നോക്കുകയല്ല, കത്തിച്ചു കളഞ്ഞാൻ. പൃഥ്വിരാജിന്റെ വർഷങ്ങൾക്ക് മുൻപുള്ള ഇന്റർവ്യൂകളിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും പിന്നീട് അതേപടി നടക്കുന്നതായി നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. പൃഥ്വിരാജിനെ പറ്റിയോ സിനിമയെ പറ്റിയോ സിനിമാ സഹപ്രവർത്തകരെ പറ്റിയോ ഉള്ള കാര്യങ്ങൾ മുൻകൂട്ടി പൃഥ്വിരാജിന് പ്രവചിക്കുവാൻ കഴിയുമെന്നൊരു പ്രചരണം തന്നെ സോഷ്യൽ മീഡിയയിലേക്കും വ്യാപിക്കുവാൻ ഇടയായി. ഇതെന്താ ഇല്ലുമിനാറ്റിയോ എന്ന ചോദ്യം വരെ പൃഥ്വിരാജിനെ പറ്റി സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ വരുന്ന സാഹചര്യത്തിലേക്ക് എത്തി കാര്യങ്ങൾ. ഇവരെ ബുദ്ധിമുട്ടിച്ചിട്ട് എനിക്ക് എന്ത് പ്രയോജനമാണ് അച്ഛൻ ഉള്ളത്? അച്ഛൻ തന്നെ പറ. ഒരു വിവാഹമോചന കേസിനിടയിൽ നിൽക്കുന്നത് അച്ഛൻ ഇഷ്ടമുണ്ടായിട്ടാണോ? ജോലിയുടെ ഭാഗമായി ചെയ്യേണ്ടി വരുന്നതല്ലേ? ഈ സ്ത്രീയെന്നല്ല ആരെയും ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ സ്വന്തം ജോലി ആത്മാർത്ഥമായി ചെയ്യുന്നത് ഒരു തെറ്റാണോ അച്ഛോ? പൃഥ്വിരാജിന്റെ പ്രവചന സ്വഭാവമുള്ള വീഡിയോകൾക്ക് താഴെ ഇല്ലുമിനാറ്റി എന്ന് പ്രേക്ഷകർ കമന്റ് ചെയ്തതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു. പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റായി മാറിയ ലൂസിഫർ എന്ന ചിത്രത്തിൽ ഇല്ലുമിനാറ്റിയോട് സാമ്യമുള്ള പലതരം സിംബലുകളും ഉപയോഗിച്ചതായി പ്രേക്ഷകർ കണ്ടെത്തി. ഇതിനെ തുടർന്ന് പൃഥ്വിരാജും ഇല്ലുമിനാറ്റും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പ്രേക്ഷകർ അന്വേഷിക്കുവാൻ തുടങ്ങി. ആ സമയത്താണ് പൃഥ്വിരാജിന്റെ പഴയ ഇന്റർവ്യൂകൾ പ്രവചന സ്വഭാവമുള്ള ഇന്റർവ്യൂകൾ എന്നെടുത്തു പറയുന്നതായിരിക്കും ഒരു പക്ഷേ ശരി. ഇത്തരം ഇന്റർവ്യൂകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുവാൻ തുടങ്ങി. അതിനെ തുടർന്ന് പൃഥ്വിരാജും ഇല്ലുമിനാറ്റിയും തമ്മിലുള്ള ബന്ധമുള്ള ചർച്ചകൾ കൊഴുക്കുകയും ചെയ്തു. ഒരുപാട് ഓവറാക്കി കൊളാക്കരുത്. കൊളവാക്കല്ലടി, കൊളം കലക്കും. എനിക്ക് 2 ലക്ഷ്യമുണ്ട്. ഒന്ന് നിന്റെ ഏട്ടൻ, പിന്നെ നിന്റെ തന്ത. ആ കാലമാണ് എന്റെ അമ്മായിയച്ഛൻ. പൃഥ്വിരാജും ഇല്ലുമിനാറ്റിയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും ആ ചെറുപ്പക്കാരന്റെ പ്രവചന വീഡിയോകളിൽ നിന്നും നമ്മൾ ഒരു കാര്യം പഠിക്കുന്നുണ്ട്. ഇതൊന്നും ഇല്ലുമിനാറ്റിയോ പ്രവചനങ്ങളോ ഒന്നുമല്ല. മറിച്ച് താൻ ജോലി ചെയ്യുന്ന മേഖലയെ പറ്റിയുള്ള വ്യക്തമായ ധാരണയും തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള കൃത്യമായ പ്ലാനിങ്ങുമുള്ള ഒരു ചെറുപ്പക്കാരന്റെ നിശ്ചയദാർഢ്യത്തിൽ നിന്നും പുറത്തു വന്ന വാക്കുകളായിരുന്നു നമ്മൾ കേട്ടത്. നേടുവാൻ സാധിക്കുമെന്ന ഉറപ്പുള്ള കാര്യങ്ങൾ അയാൾ പറഞ്ഞു. സിനിമയെ പറ്റി പല കാര്യങ്ങളും നടക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതും ബോധ്യത്തോടു കൂടെ തന്നെ ആയിരുന്നു. സുമേഷ, നീ ഒരു അമ്പലപ്പറമ്പിലോട്ട് ചെന്ന് സുമേഷ എന്നൊന്ന് വിളിച്ചാണ്. തക്കാളി ലോറി മറിഞ്ഞ പോലെ സുമേഷന്മാരിഞ്ഞ് വരും. ഇതേ എന്റെ അച്ഛൻ അറിഞ്ഞിട്ട പേരാണ്, പൗരൻ. ഈ പേരിൽ ഒരാളെ ഉള്ളു, ഞാൻ. ഏതൊരു ചെറുപ്പക്കാരനെയും പ്രചോദിപ്പിക്കുന്ന രീതിയിലുള്ള കരിയറാണ് പൃഥ്വിരാജിൻ്റെത്. തൻ്റെ ഉള്ളിലുള്ള എല്ലാ ശക്തമായ ആഗ്രഹങ്ങളും പൃഥ്വിരാജ് തുറന്നു പറഞ്ഞു. എന്നാൽ മറ്റുള്ളവർ ഇതിനെ പരിഹസിക്കുകയാണ് ചെയ്തത്. ഈ പരിഹാസങ്ങളിലൊന്നും അടിപതറാതെ പൃഥ്വിരാജ് തൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി കഠിനമായി പ്രയത്നിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ താൻ പറഞ്ഞതുപോലെ സംഭവിച്ചപ്പോൾ ഇല്ലുമിനാറ്റി എന്ന് പറഞ്ഞ് എല്ലാവരും അത്ഭുതപ്പെട്ടു. ഞാനത് വിട്ടു. എന്തായാലും വലിയ ഉപകാരം. തന്റെ കരിയറിന്റെ തുടക്കകാലത്ത് പൃഥ്വിരാജ് ഒരു ഇന്റർവ്യൂയിൽ തന്റെ ആഗ്രഹങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ എല്ലാവരും നെറ്റിച്ചൊളിച്ചു. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന ഒരു നടനാവണം, തനിക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ സംവിധാനം ചെയ്യണം, മികച്ച ഒരു വിതരണ കമ്പനി സ്ഥാപിക്കണം, നല്ല സിനിമകൾ നിർമ്മിക്കുന്ന ഒരു നിർമ്മാണ കമ്പനിയുടെ ഉടമയാകണം എന്നൊക്കെയായിരുന്നു അന്നത്തെ പൃഥ്വിരാജിന്റെ ആഗ്രഹങ്ങൾ. എന്നാൽ ഇന്ന് ഈ ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി അതിനും അപ്പുറത്തേക്ക് വളർന്നിരിക്കുകയാണ് പൃഥ്വിരാജ് എന്ന നടൻ. ഈ ബാബു സാറിന്റെ വീടേതാ? ഏത് ബാബു സാറ്? ബാബു ജോസഫ്. കുറച്ചാലും മുമ്പ് വരെ ഒരു കോളേജിലൊക്കെ പഠിപ്പിച്ചിരുന്നു. ശക്തമായ ആഗ്രഹവും തളരാത്ത പരിശ്രമവും വ്യക്തമായ കണക്കുകൂട്ടലുകളും ഉണ്ടെങ്കിൽ എന്ത് കാര്യവും സാധിക്കുമെന്ന് പൃഥ്വിരാജ് നമുക്ക് കാണിച്ചു തരുന്നു. ബാബുവേ, അത് അവനങ്ങ് കൊടുത്തേര്. അവൻ കൊണ്ടുപോയി കറി വെച്ച് കൂട്ടട്ടെ. പള്ളിക്കുള്ളതാന്നേലും 900 രൂപയുടെ കോഴിയൊന്നും നമുക്ക് ദഹിക്കുകയല്ലേ. പൃഥ്വിരാജ് സുകുമാരന്റെ കടന്നുവരവ് മലയാള സിനിമയിൽ ഉണ്ടാക്കിയ സ്വാധീനം വളരെ വലുതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സിനിമയും പൃഥ്വിരാജ് സുകുമാരൻ അഭിനയിച്ചിട്ടുണ്ട്. നീ ഒന്ന് വീട്ടിലോട്ട് വന്നു. വേഗം വേണം.
ശരി അച്ഛൻ. പോടാ. ചാച്ചന് വല്ലാത്തൊരു എരിച്ചിലുണ്ടല്ലോടാ പോയി. പൂർണ്ണമായും ഒരു സിനിമാ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ആളാണ് പൃഥ്വിരാജ് സുകുമാരൻ. മലയാളത്തിൽ മമ്മൂട്ടി മോഹൻലാൽ യുഗം തുടങ്ങുന്നതിന് മുൻപേയുള്ള സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായിരുന്ന സുകുമാരനാണ് പൃഥ്വിരാജിന്റെ അച്ഛൻ. അക്കാലത്തെ സിനിമാ നടിമാരിൽ പ്രശസ്തയായ മല്ലിക സുകുമാരനാണ് പൃഥ്വിരാജിന്റെ അമ്മ. ജ്യേഷ്ഠ സഹോദരൻ ഇന്ദ്രജിത്തും മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു നടനാണ്. ഇന്ദ്രജിത്തിന്റെ ഭാര്യ പൂർണിമ മലയാളത്തിൽ സജീവമായ ഒരു നടിയാണ്. ഇരുവരുടെയും മൂത്ത മകൾ പ്രാർത്ഥന ഇന്ദ്രജിത്ത് ഒരു ഗായികയായി മലയാള സിനിമയിൽ പ്രവർത്തിച്ചിരിക്കുകയാണ്. തന്റെ ചെറിയച്ഛൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങാനിരിക്കുന്ന എമ്പുരാൻ എന്ന സിനിമയിലാണ് പ്രാർത്ഥന തന്റെ ആദ്യ ഗാനം ആലപിച്ചിരിക്കുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ വരികൾ എഴുതിയിരിക്കുന്ന ഈ ഇംഗ്ലീഷ് ഗാനമാണ് പ്രാർത്ഥനയുടെ സ്വരത്തിൽ ഇനി മലയാളികളുടെ മുൻപിലേക്ക് എത്താൻ പോകുന്നത്. തന്റെ സ്കൂൾ ബസ് വരാൻ സമയമായി. ഉമ്മി വടിയായിട്ടിറങ്ങുന്ന മുമ്പ് വീട്ടിലേക്ക്. പൃഥ്വിരാജിന്റെ കടന്നുവരവിന് ശേഷം നിരവധി യുവതാരങ്ങളാണ് മലയാള സിനിമയിലേക്ക് വന്നിട്ടുള്ളത്. അവരിൽ പലരും ഇന്ന് ശ്രദ്ധേയരായ നടന്മാരുമാണ്. എന്നിരുന്നാൽ പോലും ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടൻ പൃഥ്വിരാജ് ആണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആക്ഷനും പ്രണയത്തിനും ഗാനരംഗങ്ങൾക്കും ഒക്കെ പ്രാധാന്യമുള്ള കൊമേഴ്ഷ്യൽ ചിത്രങ്ങൾ പൃഥ്വിരാജിൻ്റെതായി മലയാളത്തിന് ലഭിച്ചിട്ടുള്ളത് നിരവധിയാണ്. ഇതേ പൃഥ്വിരാജ് തന്നെയാണ് ക്ലാസ് ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് മറ്റ് നടന്മാരിൽ നിന്നും പൃഥ്വിരാജിനെ എപ്പോഴും വ്യത്യസ്തനാക്കുന്നത്. അപ്പന് സുഖമാണോ ബെഞ്ചമിൻ സാറിന്? ഓ, പെരുത്ത് സുഖം. എനിക്കിങ്ങോട്ടാണ് ട്രാൻസ്ഫർ എന്ന് അറിഞ്ഞപ്പോ സുഖം കൂടി, സന്തോഷായി. എന്നാ വരട്ടെ മൻമോഹൻ സാറേ. യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നവരുടെ കഥ സിനിമയാക്കുമ്പോൾ അതിൽ നായകനാകുവാൻ അവസരം ലഭിക്കുക എന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. ഇന്നത്തെ യുവ നടന്മാരിൽ അത്തരം ഭാഗ്യം ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ള നടനാണ് പൃഥ്വിരാജ്. നക്സൽ വർഗീസ് എന്ന വിപ്ലവകാരിയുടെ കഥ സിനിമയാക്കിയ തലപ്പാവ് എന്ന ചിത്രത്തിൽ വർഗീസായി അഭിനയിച്ചത് പൃഥ്വിരാജാണ്. മലയാള സിനിമയുടെ പിതാവായ JC ഡാനിയലിന്റെ കഥ പറഞ്ഞ് സെല്ലുലോയിഡ് എന്ന ചിത്രത്തിൽ JC ഡാനിയലിനെ അവതരിപ്പിച്ചത് പൃഥ്വിരാജ് തന്നെയാണ്. ഈ ചിത്രത്തിലെ അഭിനയത്തിന് ആ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് പൃഥ്വിരാജിനെ തേടിയെത്തിയത്. ഡയലോഗ് ഞാൻ ഓപ്പൺ ചെയ്യും, ബാക്കി നീ കൊണ്ടുപോയിക്കോണം. ശരി, നീ ഓപ്പൺ ഓപ്പൺ ചെയ്യാൻ ചെയ്യും. JC ഡാനിയലിനെ സിനിമയിൽ അവതരിപ്പിച്ചത് പൃഥ്വിരാജാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതേ പൃഥ്വിരാജിന്റെ തന്നെ മറ്റൊരു സിനിമയ്ക്ക് മലയാള സിനിമയുടെ പിതാവായ JC ഡാനിയലിന്റെ പേരിലുള്ള JC ഫൗണ്ടേഷൻ അവാർഡ് ലഭിക്കുകയും ചെയ്തു. പൃഥ്വിരാജ് തന്നെ നിർമ്മിച്ച ഉറുമി എന്ന ചിത്രത്തിനായിരുന്നു അത് ലഭിച്ചത്. സ്വതന്ത്ര നിർമ്മാണ കമ്പനി ആരംഭിച്ചതിന് ശേഷമുള്ള പൃഥ്വിരാജിന്റെ ആദ്യ നിർമ്മാണ സംരംഭം കൂടിയായിരുന്നു ഉറുമി എന്ന ചിത്രം എന്നുള്ളത് മറ്റൊരു കൗതുകകരമായ വാർത്തയാണ്. എന്റെ പൊന്നച്ചോ, കരള് പഴുത്തിയാത്ത കള്ളുവർക്കിയുടെ മോൻ പിന്നെ കള്ളു കുടിക്കാതെ പാലും വെള്ളം കുടിക്കാന്നാണോ അച്ഛൻ ഓർത്തത്? കരള് മാത്രം എന്തിനാക്കുന്നേ? കുടലും കൂടെ അങ്ങ് പഠിപ്പിച്ചോ? കുപ്പിയിലെ മുകളിൽ ഒരു നിപ്പിലിട്ടിട്ട് 24 മണിക്കൂർ ചപ്പിക്കൊണ്ടിരുന്നോ? വാസ്കോഡ ഗാമയുടെ കേരളത്തിലേക്കുള്ള വരവിന്റെ കഥ പറഞ്ഞ ചരിത്ര സിനിമയായ ഉറുമിയിൽ ചിറക്കൽ കേളുനായർ എന്ന ചരിത്ര പുരുഷനെ അവതരിപ്പിച്ചത് പൃഥ്വിരാജാണ്. ഒരു കാലത്ത് കേരളത്തിലെങ്ങും പ്രസിദ്ധമായിരുന്നു മുക്കം മൊയ്തീന്റെ പ്രണയകഥ. എന്ന് നിന്റെ മൊയ്തീൻ എന്ന പേരിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മൊയ്തീൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതും പൃഥ്വിരാജ് തന്നെയായിരുന്നു. കേരളത്തിൽ നിന്നും ഗൾഫിലേക്ക് ജോലി തേടിപ്പോയി മരുഭൂമിയിലെ നരക യാതനകൾ അനുഭവിച്ച് ഇപ്പോഴും നമ്മൾ മലയാളികളുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്ന ഒരു സത്യമാണ് നജീബ് എന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഒരുക്കിയ ആടുജീവിതം എന്ന സിനിമയിൽ നജീബിനെ അവതരിപ്പിച്ചതും പൃഥ്വിരാജായിരുന്നു. ഈ സിനിമകളെല്ലാം തന്നെ കലാപരമായും വാണിജ്യപരമായും വിജയങ്ങൾ കൈവരിച്ച സിനിമയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്ര ഉച്ചത്തിൽ സംസാരിക്കാനാണെങ്കിൽ പിന്നെ ഫോണിന്റെ ആവശ്യമില്ലല്ലോ. എന്റെ ഫോൺ, എന്റെ നാക്ക്, എന്റെ കാശ്. പക്ഷെ ചെവി ഞങ്ങളുടെ അല്ലേ? അതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആണല്ലോ, എങ്കിൽ പിന്നെ പറയണ്ട. അഹങ്കാരി, അഹങ്കാരം. ഒരു നടനെന്നോ ഒരു സംവിധായകനെന്നോ പറയുന്നതിലുപരി സിനിമയുടെ എല്ലാ വശങ്ങളെക്കുറിച്ചും കൃത്യമായ അറിവുള്ള ഒരാളാണ് പൃഥ്വിരാജ്. പക്ഷെ നിന്റെ കാര്യത്തില് വയസ്സാം കാലത്ത് എനിക്ക് നിന്റെ അമ്മച്ചിയെ സംശയിക്കേണ്ടി വരും. ഞാൻ പോയിക്കോളാം. എങ്ങോട്ടാ? അമ്മച്ചിയും പിള്ളേരൊന്ന് കണ്ടിട്ട് ഞാൻ. കാലത്തിനനുസരിച്ച് മലയാള സിനിമയും ഇന്ന് ഒരുപാട് മാറിയിരിക്കുകയാണ്. ഇന്ത്യക്ക് പുറത്തുള്ളവരും മലയാള സിനിമയെ ഉറ്റുനോക്കുന്ന ഒരു കാലഘട്ടമാണിത്.
മറ്റ് ഭാഷയിലുള്ളവർ മലയാള സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും അധികം പരാമർശിക്കപ്പെടുന്ന പേരുകളിൽ ഒന്നാണ് പൃഥ്വിരാജിൻ്റേത്. ഇതര ഭാഷയിലുള്ള സിനിമാ പ്രവർത്തകർക്കായാലും പ്രേക്ഷകർക്കായാലും ഇന്ന് പൃഥ്വിരാജിന്റെ പേര് വളരെയധികം സുപരിചിതമാണ്. The government has temporarily frozen your promotion as multiple allegations against you are currently under investigation. Till the time all such allegations have been cleared, you are transferred to the metal industries and relieved of all law and order duties with immediate effect. പൃഥ്വിരാജിനെ കണ്ടെത്തിയത് സംവിധായകൻ ഫാസിലാണെന്നുള്ള കാര്യം നമ്മൾ ഒരു തവണ ചർച്ച ചെയ്ത കാര്യമാണ്. അന്ന് പൃഥ്വിരാജിനെ ഓഡീഷൻ ചെയ്ത അതേ സമയത്ത് തന്നെ സംവിധായകൻ ഫാസിൽ ഒരു പുതുമുഖ നടിയെയും ഓഡീഷൻ ചെയ്തിരുന്നു. അതാണ് പിൽക്കാലത്ത് ശ്രദ്ധേയയായി മാറിയ അസിൻ. ഇരുവരെയും ഓഡീഷൻ ചെയ്തത് സംവിധായകൻ ഫാസിലായിരുന്നുവെങ്കിലും മറ്റ് രണ്ട് സംവിധായകരുടെ കൂടെയാണ് ഇരുവരും തൻ്റെ കരിയർ ആരംഭിക്കുന്നത്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനം എന്ന ചിത്രത്തിലാണ് പൃഥ്വിരാജ് ആദ്യമായി അഭിനയിച്ചതെങ്കിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന സിനിമയിലായിരുന്നു അസിൻ തൻ്റെ കരിയർ ആരംഭിച്ചത്. നിങ്ങളുടെ കണവന്റെ കാക്കിയില്ലേ, അതിനെ ആണിയടിച്ച് ചുമരെ തൂക്കാം. നാട്ടുകാർ മുഴുവൻ അവന്റെ കൂടെ, പണി പോകാറായിട്ടും പോലീസുകാർ മുഴുവൻ അവന്റെ കൂടെ. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് കാക്കിയോടുള്ള സ്നേഹം മൂത്ത് എക്സൈസുകാരും അവന്റെ കൂടെ. പക്ഷെ കോഷി ചെയ്തതൊക്കെ ഒറ്റയ്ക്കായിരുന്നു. പറഞ്ഞേക്ക് അവനോട്. മലയാള സിനിമയിലേക്ക് മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും കണ്ടെത്തിയത് സംവിധായകൻ ഫാസിലാണെന്നുള്ള കാര്യത്തിൽ യാദൃച്ഛികത ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ മോഹൻലാലിനും പൃഥ്വിരാജിനും ചില പൊരുത്തങ്ങളുണ്ട് എന്നുള്ളത് കൗതുകകരമായ ഒരു കാര്യം തന്നെയാണ്. തൻ്റെ 19ാമത്തെ വയസ്സിലാണ് ലാലേട്ടൻ മലയാള സിനിമയിലെ ആദ്യമായി അഭിനയിക്കുന്നത്. അതേ പ്രായത്തിൽ തന്നെയാണ് പൃഥ്വിരാജ് മലയാള സിനിമയിൽ തൻ്റെ അരങ്ങേറ്റം കുറിക്കുന്നത്. TP ബാലഗോപാലൻ MA എന്ന സിനിമയിലൂടെ മോഹൻലാൽ തൻ്റെ 26ാമത്തെ വയസ്സിൽ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഏറ്റുവാങ്ങുകയുണ്ടായി. ആ അവാർഡ് കരസ്ഥമാക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ നടനായിരുന്നു മോഹൻലാൽ എന്ന്. പിൽക്കാലത്ത് ഈ റെക്കോർഡ് തിരുത്തിയത് പൃഥ്വിരാജാണ്. തൻ്റെ 24ാമത്തെ വയസ്സിൽ വാസ്തവം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പൃഥ്വിരാജ് ഏറ്റുവാങ്ങുകയായിരുന്നു. പിന്നീട് പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രത്തിൽ നായകനായത് മോഹൻലാലായിരുന്നു. ഇയാളുടെ മറ്റു ഫോട്ടോഗ്രാഫ്സ് വല്ലതും ഉണ്ടോ? ഇല്ല സർ, ഇന്റർപോൾ പുറത്തുവിട്ടാണിത്. ടോപ്പ് 10 ടെററിസ്റ്റുകളിൽ 3ാമനാണ് ഖുറേഷി. ബോംബെയിലുള്ള ഒരു ബാർബർ ഐഡന്റിഫൈ ചെയ്തിരുന്നത്. ആ സ്കെച്ചാണിത്. 2002 സെപ്റ്റംബർ 13 റിലീസായ രാജസേനൻ സംവിധാനം ചെയ്ത നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ, അവനുണ്ടൊരു രാജകുമാരി എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന പൃഥ്വിരാജ് ഇതിനോടകം 100-ലധികം സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത്. 4 തവണ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഏറ്റുവാങ്ങിയ പൃഥ്വിരാജ് ഒരു തവണ തമിഴ്നാട് സർക്കാരിന്റെ മികച്ച വില്ലനുള്ള അവാർഡും കരസ്ഥമാക്കി. 2006 വാസ്തവം എന്ന ചിത്രത്തിലെ അഭിനയത്തിനും 2013 അയാളും ഞാനും തമ്മിൽ, സെല്ലുലോയിഡ് എന്നീ ചിത്രത്തിലെ അഭിനയത്തിനും 2024 പുറത്തിറങ്ങിയ ആടുജീവിതം എന്ന സിനിമയിലെ അഭിനയത്തിനുമാണ് പൃഥ്വിരാജിന് കേരള സർക്കാരിന്റെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. എങ്ങനെയുണ്ട് നഴ്സുമാരൊക്കെ? 1-2 കൊള്ളാം. ഇത്രയും സൗകര്യമുള്ള മുറിയെ കിട്ടിയുള്ള വല്ല വാർഡിലെങ്ങാനും കിടന്നാ പോരായിരുന്ന. 2005 കനാകണ്ടേൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ട് പൃഥ്വിരാജ് തമിഴ് ചലച്ചിത്ര രംഗത്തും അഭിനയിക്കുവാൻ തുടങ്ങി. വാണിജ്യപരമായി വിജയം നേടിയ നിരവധി തമിഴ് സിനിമകളുടെ ഭാഗമാകുവാനും പൃഥ്വിരാജിന് സാധിച്ചു. മണിരത്നം സംവിധാനം ചെയ്ത രാവണൻ എന്ന സിനിമയിലെ ഒരു മികച്ച കഥാപാത്രത്തെ അവതരിപ്പിച്ച പൃഥ്വിരാജിന് അത് തൻ്റെ കരിയറിലെ ഒരു വലിയ നേട്ടമാക്കി മാറ്റുവാനും സാധിച്ചു. 2010 പുറത്തിറങ്ങിയ പോലീസ് എന്ന തെലുങ്ക് ചിത്രത്തിലും പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുണ്ട്. KGF എന്ന ചിത്രത്തിന്റെ സംവിധായകനായ പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത സലാർ എന്ന ചിത്രത്തിൽ നടൻ പ്രഭാസിനോടൊപ്പം സഹനായകനായും പൃഥ്വിരാജ് അഭിനയിച്ചു. 2012 അയ്യ എന്ന ഹിന്ദി ചിത്രത്തിലൂടെ പൃഥ്വിരാജ് ബോളിവുഡിലും അരങ്ങേറി. തുടർന്ന് നിരവധി ഹിന്ദി ചിത്രങ്ങളിലാണ് പൃഥ്വിരാജ് അഭിനയിച്ചത്. കേട്ടില്ലേ, ഇതിൽ കൂടുതൽ എന്നാ സാക്ഷി കർത്താവ് തരാനുള്ളത്? അതിന് കർത്താവ് എന്നാ സാക്ഷി തന്നെന്നാ? ഞാനർത്ഥം മനസ്സിലായില്ലല്ലേ, പറഞ്ഞുതരാം. മലയാള ചലച്ചിത്ര നടൻ സുകുമാരന്റെയും നടി മല്ലിക സുകുമാരന്റെയും ഇളയ മകനായി 1982 പൃഥ്വിരാജ്
ജനിച്ചത്. തിരുവനന്തപുരം സൈനിക് സ്കൂളിലും ഭാരതീയ വിദ്യാഭവനിലും തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം ഓസ്ട്രേലിയയിൽ വിവരസാങ്കേതിക വിദ്യയിൽ ബിരുദത്തിനായി അദ്ദേഹം ചേരുകയായിരുന്നു. എന്നാൽ പഠനം പൂർത്തിയാക്കാതെ സിനിമാ ലോകത്തേക്ക് എത്താനായിരുന്നു അദ്ദേഹത്തിന്റെ നിയോഗം. BBC-യിൽ റിപ്പോർട്ടറായിരുന്ന സുപ്രിയയാണ് പൃഥ്വിരാജിന്റെ ഭാര്യ. 2011 ഏപ്രിൽ 25 വിവാഹിതരായ ഇരുവർക്കും അലങ്കൃത എന്ന പേരിൽ ഒരു മകളാണ് ഉള്ളത്. ഗ്രൂപ്പ് ഏതാ? ഓ അങ്ങനൊന്നുമില്ല, എല്ലാ ഗ്രൂപ്പിന്റെ ജാതയ്ക്കും പോവും. ബ്ലഡിന്റെ ഗ്രൂപ്പാ ചോദിച്ചേ. ഓ അതിനും ഗ്രൂപ്പൊക്കെ ഉണ്ടോ? സാരമില്ല, നമുക്കിവിടെ നോക്കാം. സാമ്പിൾ എടുക്കണം. പൃഥ്വിരാജിന്റെ ആദ്യ സംവിധാന ചിത്രമായ ലൂസിഫറിന്റെ 2ാം ഭാഗമായ എമ്പുരാന് വേണ്ടിയാണ് പ്രേക്ഷകർ ഒന്നടങ്കം ആവേശത്തോടെ കാത്തിരിക്കുന്നത്. ഒരു നടനെന്ന നിലയിലും ഒരു സംവിധായകൻ എന്ന നിലയിലും ഇനിയും പുതിയ പുതിയ ഉയരങ്ങൾ കീഴടക്കുവാൻ പൃഥ്വിരാജിന് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പൃഥ്വിരാജിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു താരത്തിന്റെ പുതുമ നിറഞ്ഞ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ദിസ് ഇസ് ഏഞ്ചൽ മേരി സൈനിങ് ഓഫ്. ബൈ.